അവരത് വേറൊരു രൂപത്തിൽ പുറത്തിറക്കി. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്തൊരു രൂപവും ഞാൻ സഹകരിക്കാത്തൊരു രൂപമായിരുന്നു സംഭവം. അത് തന്നെയാണ് എൻ്റെ എല്ലാ സിനിമ ജീവിതത്തിനും എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലൊരു എന്താ പറയുന്നത് വഴിമുടക്കിയായി നിന്നു. പക്ഷേ എൻ്റെ സിനിമ അത് എൻ്റെ സിനിമ മാത്രമായിരുന്നു. അത് അവരുദ്ദേശിച്ച പോലത്തെ ഒരു സിനിമയായിരുന്നില്ല. അതിലൊക്കെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ ആ സിനിമയും പുറത്തിറക്കിയത്. ഈ പലയിടത്തും എന്നെ നേരിട്ട് അറിയുന്നവർക്ക് പോലും ഞാൻ ഇന്ന ആളാണെന്ന് പോലും അറിയില്ല, ഞാൻ ഇന്ന പടം ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഞാനത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ഹോളിവുഡ് ഒരു ബിസിനസ്സിൻ്റെ പടങ്ങൾ വേറെ കാര്യം. അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റാണ്. കാര്യം അതിനകത്ത് ജീവിതമല്ല. ജീവിതം പറയണമെന്ന് നമുക്ക് തോന്നും, പക്ഷെ പറയുന്നത് ജീവിതമല്ല. ജീവിതത്തിനുപരിയായിട്ട് മറ്റു പല കാര്യങ്ങളും. ആ ഒരു കളത്തിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ജീവിതം പറയുമ്പോൾ സിനിമ ഇങ്ങനെയൊന്നുമല്ല. അല്ലാതെ പല പടങ്ങളും ആർട്ടിസ്റ്റൊന്നും ഇല്ലാത്ത പടങ്ങളും വരുന്നുമുണ്ട്. ചിലതൊക്കെ ഓടുന്നുമുണ്ട്, ചിലത് ഓടാതിരിക്കുന്നുണ്ടൊക്കെ സംഭവിക്കുന്നു. ഇതൊക്കെ എന്ത് കാരണം കൊണ്ടെന്ന് എനിക്ക് അറിയാം, പക്ഷെ എന്നാലും ഞാനത് പറയാൻ തയ്യാറല്ല. നമസ്കാരം. സംവിധാനം, ഛായാഗ്രഹണം, കഥ, തിരക്കഥ, സംഭാഷണം, നിർമ്മാണം എന്നീ മേഖലകളിലെല്ലാം തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ചലച്ചിത്രകാരൻ RJ പ്രസാദ്. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമ്പൂതിരി സാറിൻ്റെ കൂടെ തുടക്കം ഛായാഗ്രഹകനായിട്ട്, പിന്നീട് നിരവധി സിനിമകൾക്ക് വേണ്ടി അസോസിയേറ്റായും സ്വതന്ത്രമായും ക്യാമറ ചലിപ്പിച്ചു. അവിടെ നിന്ന് പിന്നീട് സംവിധാന രംഗത്തേക്ക് വന്നു. കഥ, തിരക്കഥ ഒക്കെ. ഒരു ക്യാമറയിൽ നിന്ന് ഈ സംവിധാന രംഗത്തേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? അതിനൊരു പ്രത്യേകിച്ചൊരു കാരണം കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടാണ്. ശരിക്കും ഈ സിനിമ എന്ന് പറയുമ്പോൾ ക്യാമറ കൊണ്ട് പറയുന്ന ഒരു ആർട്ടാണല്ലോ. ക്യാമറ കൊണ്ടാണല്ലോ കഥ പറയുന്നത്, ദൃശ്യങ്ങളിലൂടെ. കാര്യം നമ്മൾ ലിറ്ററേച്ചറിൽ കാണുന്ന ഒരു തലമൊന്നുമല്ല. കാര്യം ഇത് ദൃശ്യങ്ങളിലൂടെ ഒരു കഥ ഉണ്ടായി വരികയാണ് സംഭവം. അപ്പം അത് തന്നെയായിരിക്കും അതിൻ്റെ ഒരു കാരണം. പിന്നെ പ്രത്യേകിച്ച് ശരിക്കും ക്യാമറ പ്രൊഫഷനായിട്ട് മാത്രം ചെയ്തു പോകാം. അതിനുപരിയായിട്ട് പിന്നെ ഈ വായനയൊക്കെ വളരെ ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലമായതുകൊണ്ട് എന്തോ അതല്ലാതെയും കൂടെ എനിക്ക് പറയണമെന്നുള്ളൊരു തോന്നലായിരിക്കണം അങ്ങനെ ഒരു ചിന്ത വന്നത്. അങ്ങനെ ഒരു ചിന്ത വന്നതും പക്ഷേ സംവിധാനം ചെയ്യുന്നതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറെ പല സാഹചര്യങ്ങളും കൊണ്ടാണ് സംവിധായകനായി തീർന്നത്. അപ്പോൾ ആ ഒരു യാത്രക്കിടയിലാണ് കിന്നാരത്തുമ്പികൾ പോലെ ഒരു സിനിമ സംഭവിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു മേഖലയിലേക്ക്? എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് തുടങ്ങുന്നതെന്ന്? കാരണം നമ്മുടെ ഒരു മലയാള സിനിമയുടെ ഒരു ബ്രേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു 2000 കാലഘട്ടത്തിൽ ഇറങ്ങിയ കിന്നാരത്തുമ്പികളെ വിശേഷിപ്പിക്കാം. ശരിക്കും അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയല്ല ശരിക്കും സിനിമ ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം ചെയ്യാൻ തുടങ്ങിയ സിനിമ വേറെയും അവസാനം ചെന്നെത്തിയത് ഈ സിനിമയിലുമാണ്. അതിന് കാരണം ഇൻഡസ്ട്രിയും വന്ന് കൂടെ സഹകരിച്ചിരുന്നവരുമൊക്കെയാണ്. പക്ഷേ ചെയ്ത സിനിമ ഞാൻ ചെയ്ത ഒരു പൂർണ്ണ രൂപത്തിലല്ല അത് പുറത്ത് വന്നത് എന്നുള്ളൊരു വലിയ സങ്കടമുണ്ട്. പക്ഷെ അങ്ങനെ പുറത്ത് വന്നത് കാരണം തന്നെയാണ് ശരിക്കും ഇൻഡസ്ട്രിയിൽ എൻ്റെ ഒരു കരിയറിനെയൊക്കെ തന്നെ ഒരുപാട് ബാധിക്കുകയൊക്കെ ചെയ്തത്. ഒരുപക്ഷെ ആ സിനിമ തന്നെ താങ്കളുടെ എന്താണ് ജീവിതത്തെ മാറ്റിമറിച്ചു. എല്ലാ രീതിയിലും മാറ്റിമറിച്ചൊരു സിനിമയാണ്. കാര്യം ഞാൻ സിനിമയ്ക്ക് വേണ്ടി മാത്രം സിനിമ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാം. അത് തന്നെയാണ്, ആ സിനിമ തന്നെയാണ് എൻ്റെ എന്താ പറയുന്നത് ജീവിതവും. അത് പക്ഷേ എല്ലാം ഒന്നുമല്ലാതാക്കി തീർന്നതും അത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഈ പ്രായത്തിലും പിന്നെ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒക്കെ ഞാൻ ഇന്നും സിനിമ അധികം ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞാൻ സിനിമാക്കാരനാണ്. ഇപ്പോൾ അടുത്ത് തന്നെ ഒരു ചെറിയ സിനിമ ചെയ്യുകയും ചെയ്തു. ഏതായിരുന്നു അത്? അശാന്തം. അതൊരു ഫെസ്റ്റിവൽ ബേസ്ഡ് ഒരു മൂവിയാണ് ശരിക്ക്. അത് പിന്നെ അങ്ങനെയുള്ളൊരു സിനിമയൊക്കെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഇത് ആദ്യത്തെ പടം ചെയ്തു തുടങ്ങിയതും അങ്ങനെ തന്നെയാണ്. കാര്യം ഞാൻ വളരെ ചെറിയ പ്രായം മുതലേക്ക് ചിത്രലേഖയിൽ സിനിമ കണ്ട്, ചിത്രലേഖ ഫിലിം സൊസൈറ്റിയിൽ സിനിമ കണ്ട് വളർന്നു വന്നതാണ്. ഞങ്ങളങ്ങനെ ഒരു ചെറിയ പ്രായമുള്ളൊരു ടീം തന്നെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അങ്ങനെ സിനിമ കണ്ട് പഠിച്ച് വന്ന് പിന്നെ ഫോട്ടോഗ്രാഫി ആയിരുന്നു ഒരു ബേസിക്
പഠിക്കുമ്പോഴും വളരെ ചെറിയ പ്രായം മുതൽ തുടങ്ങിയൊരു സംഗതിയാണ് ഫോട്ടോഗ്രാഫി, പെയിൻറ്റിങ് ഒക്കെ. അങ്ങനെ അതിലൂടെ തന്നെ വളർന്നു വന്നു. അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ഉള്ളൊരാഗ്രഹമായിരുന്നു. കാര്യം ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ അതിന് ആ രീതിയിലൊരു വഴി തന്നെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ തന്നെ പോവുകയും ചെയ്തു. അങ്ങനെ തന്നെ സിനിമയിൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. ഒരുവിധം നല്ല ലെവലിലായപ്പോഴത്തേക്കും പിന്നെ കൂടുതൽ കാലം അസിസ്റ്റൻ്റായിട്ട് പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ അസിസ്റ്റൻ്റ് പണി മതിയാകും. പിന്നെയാണ് യഥാർത്ഥത്തിലുള്ള പ്രതിസന്ധികൾ ഫേസ് ചെയ്തത്. അപ്പോഴത്തേക്കും കുടുംബമായി, ജീവിതം. കാര്യം എനിക്ക് മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല. ജീവിക്കുന്നത് സിനിമ കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ ഒരു വരുമാനം കൂടെ അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് പിന്നെ സിനിമ ചെയ്യണമെന്നുള്ളൊരു ഫോഴ്സ് വന്നു. അപ്പോൾ പിന്നെ എത്രയും വേഗം ഒരു ക്യാമറ മാത്രം ചെയ്യുന്നൊരവസ്ഥ അല്ലാതെ തന്നെ ഒരു ഫുൾ സിനിമ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ അന്നത്തെ സമയത്ത് അതിന് പ്രചോദനമായത് ശരിക്കും ദേശാടനമാണ്. ലോ ബജറ്റിൽ ചെയ്തൊരു ദേശാടനം ഭയങ്കര ഹിറ്റായി. അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നു. നടന്നൊരു കഥയെ ബേസ് ചെയ്തിട്ട് ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ ഞാൻ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ മാടമ്പുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നു. മാടമ്പ് വന്ന് ഡിസ്കഷനൊക്കെ കഴിഞ്ഞു പോയി. അടുത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എൻ്റെ സ്ക്രിപ്റ്റ് തുടങ്ങാമെന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ എല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് അതിന് അപ്പോഴുണ്ടായിരുന്നൊരു പ്രൊഡ്യൂസറെ തന്നെ പറഞ്ഞു വിട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, നിലനിന്നേ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ആ പ്രൊഡ്യൂസറെ കൊണ്ടുവന്ന ആൾക്കാർ അവരും ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്ത് പൊളിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, കുറച്ച് പൈസ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം, നമുക്കൊരു ചെറിയ പടം ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് തകര പോലൊരു പടം ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ ആകെ ചെയ്തൊരവരാത്. അങ്ങനെ അതിനുവേണ്ടി അങ്ങനെ പ്ലാൻ ചെയ്തു. ശരിക്കും ഒരു ഭയങ്കര ഹോം വർക്കോട് കൂടി തന്നെ സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട് വേറെ ആർക്കും പൈസ കൊടുക്കാനോ ഒന്നിനും ആളില്ല, പൈസ ഇല്ല. അങ്ങനെ വന്നപ്പോൾ സ്വയം തന്നെ സ്ക്രിപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. കാര്യം ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ ഫോട്ടോഗ്രാഫി സ്വയം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നു. വളരെ ചെറിയൊരു ടീമിനെ വെച്ച് എന്നെ അറിയുന്ന ആളുകളെ വെച്ചിട്ടൊരു ചെറിയ പടം ചെയ്ത് കഴിഞ്ഞ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ സ്വഭാവം മാറി. പിന്നെ എങ്ങനെയൊക്കെയോ അവരത് വേറൊരു രൂപത്തിൽ പുറത്തിറക്കി. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്തൊരു രൂപവും ഞാൻ സഹകരിക്കാത്തൊരു രൂപമായിരുന്നു സംഭവം. അത് തന്നെയാണ് എൻ്റെ എല്ലാ സിനിമ ജീവിതത്തിനും എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലൊരു എന്താ പറയുന്നത്, വഴിമുടക്കിയായി നിന്നു. അതിനുശേഷം പല ഭാഷകളിൽ, ഹിന്ദിയും മറാത്തിയും ഉൾപ്പെടെയുള്ള ഭാഷകളിൽ, ബംഗാളിയും ഉൾപ്പെടെ ഉള്ള ഭാഷകളിൽ താങ്കൾ പ്രവർത്തിക്കുകയുണ്ടായി. എങ്ങനെയായിരുന്നു നമ്മുടെ മലയാള സിനിമയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? അല്ല, ഞാൻ ചെയ്തതൊക്കെ അത് എൻ്റെ വ്യക്തിബന്ധങ്ങൾ കൊണ്ട് ചെയ്ത കുറച്ച് വർക്കാണ്. അതായത് ഞാൻ എൻ്റെ ആദ്യത്തെ പടം ക്യാമറ ചെയ്യുന്നത് ശരിക്ക് ബനാറസിൽ വെച്ച്, വാരണാസിയിൽ വെച്ച്, ആ മണ്ണിൽ തന്നെയാണ്. ആ പുണ്യഭൂമിയിലാണ് എൻ്റെ ആദ്യത്തെ ക്യാമറ വർക്ക് ചെയ്യുന്നത്. അത് ശരിക്കൊരു മലയാളി ഡയറക്ടർ തന്നെയാണ്. പുള്ളി അന്ന് ഇവിടെ BHUവിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അങ്ങേരുന്ന് ഫിലിം മാനേജ്മെൻറ്റിൽ ഡോക്ടറേറ്റൊക്കെ ഉള്ളത്, അയാളാണത് പ്രൊഡ്യൂസ് ചെയ്തത്. പുള്ളി പിന്നെ അത് കഴിഞ്ഞ് BJPയുടെ ഒക്കെ വലിയ നേതാവായി. പുള്ളി നാഷണൽ ലെവലിൽ ഇപ്പോഴും പാർട്ടിയിൽ വളരെ സജീവമാണ്, പാർട്ടിയുടെ അറിയപ്പെടുന്നൊരു വക്താവാണ്. അങ്ങനെയൊക്കെയുള്ള ലെവലുള്ള അങ്ങനെയായിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കെയർ ഓഫിൽ പിന്നെ ആ വർക്ക് കഴിഞ്ഞ് പിന്നെ ഈ പ്രശ്നങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ വന്ന് ഈ സിനിമയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളിയുടെ വീണ്ടും ഒരു പടം ചെയ്തു. ആ പടത്തിൽ കുറേ കണക്ഷൻസ് ഉണ്ടായി. അത് വഴി ഇങ്ങനെ തൊട്ട് പോവുകയാണ് സംഭവം. പല ഭാഷകളിലും ഉള്ളവരാ പടമായിട്ട് സഹകരിച്ചിരുന്നവരൊക്കെ ചെയ്യുന്ന പല പടങ്ങളിലും ക്യാമറ വർക്ക് ചെയ്തു. അതൊന്നും എനിക്കൊരു നിലനിൽപ്പിനൊരു ആവശ്യമായിരുന്നു. പിന്നെ കുറേ കാലം മുമ്പ് അതങ്ങ് മതിയാക്കി. അപ്പോൾ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷവും പിന്നീടും 1-2 സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് താങ്കൾ ഒരു എന്താണ് ആ ഒരു രീതിയിൽ ഉള്ള സിനിമകൾ എടുക്കുന്ന ഒരു സംവിധായകനാണ് എന്നൊരു മുദ്രകുത്തലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അല്ല, എൻ്റെ ഒരു സംഭവം പറയാം. ആദ്യത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ പടം വളരെ ഫാസ്റ്റായിരുന്നു. കാര്യം ആദ്യത്തെ പടം റിലീസ് ചെയ്യുന്ന സമയം പോലും ഞാൻ അറിയണില്ല. ഞാനപ്പോഴേ ജീവിക്കണ്ടേ, അതിനുവേണ്ടി ഒരു ദൂരദർശന് വേണ്ടി ഒരു സീരിയൽ ചെയ്യുകയായിരുന്നു. അപ്പം അന്ന് ഡെയിലി സീരിയലൊക്കെ ഇവിടെ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ രാവുപകൽ വർക്കാണ്.
വെളുപ്പാങ്കാലത്ത് പോയി കഴിഞ്ഞാൽ പാതിരാ വരെ വർക്ക് ചെയ്യും, തിരിച്ചു വരും. അപ്പോൾ എന്താണ് പുറത്ത് സംഭവിക്കണമെന്നറിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്ത് കഴിഞ്ഞ് എന്നോട് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്നുണ്ട്, ചേട്ടാ ഇത് റോഡിൽ ബാരിക്കേഡ് വരെ കെട്ടിയാണ് ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. അങ്ങനെ ആ പടം അത് കഴിയുമ്പോഴത്തേക്കും ഈ പടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരും ഇരുന്നുകൊണ്ട് പടം ചെയ്യണമെന്ന് ആവശ്യമാണ്. ഞാനൊന്നിനും തയ്യാറുമല്ലായിരുന്നു. അങ്ങനെ അവസാനം ഒരു പല പ്രേരണയിലും ഒരു പടം ചെയ്തു. ആ പടം വേറെ ആളാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. എനിക്ക് സ്ക്രിപ്റ്റ് ഒന്നും ചെയ്യാൻ സമയമൊന്നും ഇല്ലായിരുന്നു. കാര്യം സീരിയലിൻ്റെ തിരക്കും പ്രശ്നം, അവർക്ക് ഉടനെ പടം ചെയ്യണം. ശരിക്കും ആദ്യത്തെ പടത്തിൻ്റെ ഒരു ഗ്ലാമറിലാണ് രണ്ടാമത്തെ പടം ചെയ്യുന്നതെങ്കിലും ആ പ്രൊഡക്ഷൻസ് തന്നെയാണോ? അല്ല, അത് വേറെ. ഇത് മഞ്ഞുകാല പക്ഷി. അത് വേറെ പ്രൊഡ്യൂസറായിരുന്നു, പൈസ ഉള്ളതായിരുന്നു. ഇവിടുത്തെ അറിയപ്പെടുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ തന്നെയാണ് അതിന് കാശ് മുടക്കിയത്. പടത്തിൻ്റെ ഡേറ്റ് വരെ നേരത്തെ, റിലീസ് ഡേറ്റ് വരെ നേരത്തെ ഫിക്സ് ചെയ്തൊരു ഭയങ്കര സെറ്റപ്പായിരുന്നു സാർ. പക്ഷേ എൻ്റെ സിനിമ മാത്രമായിരുന്നു സാർ. അത് അവരുദ്ദേശിച്ച പോലത്തെ ഒരു സിനിമയായിരുന്നില്ല. അതിലൊക്കെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ ആ സിനിമയും പുറത്തിറക്കിയത്. പക്ഷേ ഇത്തരം സിനിമകൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർ ലാഭം മാത്രം പ്രതീക്ഷിച്ച് വരുന്നവരാണ്. അവർ സിനിമയെ സ്നേഹിച്ച് വരുന്നവരായിരിക്കില്ലല്ലോ. അല്ല, രണ്ട് കാര്യം എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഒന്നിൽ പൂർണ്ണമായിട്ട് അത് ചെയ്യാതിരിക്കാമായിരുന്നു. പക്ഷേ അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. മനസ്സിലായി. കാര്യം ആദ്യത്തെ പടം കൊണ്ട് എനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ അവസാനം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പൈസ കടം വാങ്ങിച്ചത് കൊടുത്തു. ആ പൈസയും ഞാൻ തന്നെ കൊടുത്ത് തീർക്കേണ്ടി വന്നു. അതുപോലെ തന്നെ രണ്ടാമത് പിന്നെ ജീവിക്കണ്ടേ, അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത് ആ സീരിയൽ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ പടം വരുന്നത്. പിന്നെ എങ്ങനെയോ ചില നമ്മൾ നിമിത്തമൊന്നല്ല, ചില ജീവിതത്തിൻ്റെ ചില ദശാസന്ധികളിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളൊന്നും ശരിയാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ തെറ്റായ തീരുമാനം തന്നെയായിരിക്കും. അത് കാലമാണത് തെറ്റായിരുന്നു എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു സംഭവമായിരുന്നു അടുത്ത പടം. പിന്നെ വളരെ കാലത്തിന് ശേഷം 14 വർഷത്തോളം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരുപാട് ശേഷമാണ് മാണിക്യം വന്നത് അല്ലേ സാർ? അതെ, അതിന് ശേഷമാണ് മാണിക്യം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാണിക്യമാണ് എൻ്റെ ആദ്യത്തെ സിനിമയെന്ന് പറയും. എനിക്ക് അതുവരെ അറിയുന്നതിന് എനിക്ക് താല്പര്യമില്ല. ഈ പലയിടത്തും എന്നെ നേരിട്ട് അറിയുന്നവർക്ക് പോലും ഞാൻ ഇന്ന ആളാണെന്ന് പോലും അറിയില്ല. ഞാൻ ഇന്ന പടം ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഞാനത് പറയാനും താല്പര്യപ്പെടുന്നില്ല. പിന്നെ നിങ്ങളത് ആവശ്യപ്പെട്ടതുകൊണ്ട് അല്ല സാർ, ഞാൻ അത് ചോദിക്കണമെന്ന് കരുതിയതല്ല. പക്ഷേ RJ പ്രസാദ് എന്ന ഒരു ചലച്ചിത്രകാരനെ കുറിച്ച് പറയുമ്പോൾ അതിനെ നമുക്ക് പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഫെസ്റ്റിവലിനൊക്കെ തന്നെ മൂവിയൊക്കെ അയക്കുമ്പോൾ പോലും അവർ എൻ്റെ ഒരു പ്രൊഫൈലെന്ന് പറഞ്ഞിട്ട് അവർ ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പോലും സംഭവം ഈ പടം മെൻഷൻ ചെയ്തിട്ടാണ് ഡീറ്റെയിൽസ്. അതൊരു കുറ്റമല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വേദനയാണ് സംഭവം. ഒരുപക്ഷെ അന്നത് സംഭവിക്കാതിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരുപക്ഷെ കുറച്ച് നല്ല സിനിമകൾ കിട്ടുമായിരുന്നു. അത് ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ ഇത് ഇല്ല, ബുദ്ധൻ പറഞ്ഞതല്ലേ തഥാതെ, അത് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായി. എനിക്കതിലൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെ ഒരു സിനിമ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുകയാണ് സംഭവം. ഇപ്പോൾ ഈ സിനിമ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഈ സ്ക്രിപ്റ്റ് ചെയ്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അഭിനയിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്ന ആൾ വേറെയാണ്. പുള്ളിയാണ് ഇട്ടത് ഇങ്ങനെ നീട്ടി ഏറ്റവും ലോ ബഡ്ജറ്റിൽ. അതിലിപ്പോൾ ഇതിൽ അഭിനയിച്ചവരും വർക്ക് ചെയ്തവരൊക്കെ പറയും എങ്ങനെ ലോ ബഡ്ജറ്റിൽ സിനിമ എടുക്കണമെന്നുള്ളത് സാറിനെ കണ്ടുപിടിക്കണം. അപ്പം അത്രയ്ക്കൊരു ഹോംവർക്കാണ് ഇതിനകത്ത്. പ്രത്യേകിച്ച് ആരുടെയും കഴിവുകൊണ്ടല്ല ഇത് 12 ദിവസം ഒന്നും കൊണ്ട് തീർന്നതൊക്കെ. ഇത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ. കൃത്യമായിട്ട് ഇന്ന സമയത്ത് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ സമയം മുതൽ ഞാനതിൻ്റെ കണക്കിന് വർക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇപ്പോൾ ബ്രേക്ക് ആയിരുന്നാലും ശരി തന്നെ എല്ലാം കൃത്യമാണ് സംഭവം. ഇത്ര മണി വരെ വർക്ക് ചെയ്യും പോരും. പിന്നെ അടുത്ത ദിവസം കാലത്ത് 5 മണിക്ക് ഒരു മണിക്കൂർ കാട്ടിനകത്തൂടെ യാത്ര ചെയ്താണ് ലൊക്കേഷനിലെത്തുന്നത്. മനസ്സിലായി. എന്നിട്ട് പോലും അതായത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടിയാണെങ്കിൽ നമുക്കൊരു സിനിമ കൃത്യമായി ഒരു നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ബഡ്ജറ്റിൽ തന്നെ നിർമ്മിച്ച് പോകാൻ കഴിയും. തീർച്ചയായിട്ടും. സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഹോംവർക്കാണ്. നമ്മൾ ലൊക്കേഷനിൽ വന്നിട്ട് ഇത് വേണം അതൊന്നുമല്ല. ഇത് വ്യക്തമായ ഇത് ആദ്യത്തെ വരി എഴുതുന്ന സമയം മുതൽ ഇത് മൊത്തം സിനിമ നമ്മൾ സ്ക്രീനിൽ കണ്ടാണ് അത് ചെയ്യേണ്ടത്. അത് പിന്നെ ഓരോരുത്തരുടെയും രീതിയാണ് നമുക്കങ്ങനെ ഇങ്ങനെ തന്നെ പോയാലേ അങ്ങനെ പോകാൻ പറ്റും. ഇത് എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാനത് പ്രാക്ടിക്കലി പ്രൂവ് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ തന്നെ ഈ പടത്തിൽ KSFDCയുടെ പാക്കേജായിരുന്നു. സാധാരണ എല്ലാ പടത്തിനും എപ്പോഴെന്ന് വെച്ചാൽ പാക്കേജ് കഴിഞ്ഞ് 1 ലക്ഷം രൂപയെങ്കിലും അടയ്ക്കാതെ പടം അവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റില്ല.
പ്രത്യേകിച്ച് DA ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല എമൗണ്ടാണ്. DA എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിലുള്ളതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ബേസ് ലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷെ അവിടെയും എനിക്ക് അവസാനം എല്ലാവരും പറഞ്ഞു പക്ഷെ എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കണക്ക് നോക്കി വന്നപ്പോൾ എനിക്ക് 30,000 രൂപ ഇങ്ങോട്ട് വരാനാണ്. അത്രയും പ്ലാൻഡ് ആയിട്ടാണ്. അത്രയും പ്ലാൻ. പക്ഷെ സാർ അത് താങ്കൾ പതിറ്റാണ്ടുകളായി ചലച്ചിത്ര മേഖലയിലുണ്ട്. പക്ഷെ ഈ വരുന്ന കാരവൻ സംസ്കാരം അതൊക്കെ സിനിമയുടെ എന്താണ് ചെലവുകൾ കൂട്ടുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നില്ല. അത് കാരവൻ വേണ്ട എന്നല്ല, അന്ന് പഴയ കാലത്തും ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, നല്ല സിനിമകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അന്നത്തെ ഒരു ആർട്ടിസ്റ്റുകളെ പോലെ അല്ല ഇന്നത്തെ ആർട്ടിസ്റ്റുകളെന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ആർട്ടിസ്റ്റുകളുടെ മാത്രമല്ല, പൊതുവിൽ ഒരു ഹൈടെക് ഒരു സംസ്കാരത്തിൻ്റെ ഒരു കടന്നു വരവാണ്. ഒന്ന് ഞാൻ നസീർ സാറിൻ്റെ കൂടെ വരെ വർക്ക് ചെയ്തിട്ടുണ്ട്, അടൂർവാസിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അധികമൊന്നുമില്ല, ഓരോ പടം. അപ്പം എനിക്ക് അവരൊക്കെ വളരെ അടുത്തറിയാം, മനസ്സിലായില്ല. അവരൊക്കെ ശരിക്കും ലൊക്കേഷനിലുള്ളപ്പോഴും ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എവിടെ ഉണ്ടെന്നുള്ള തോന്നൽ പോലും നമുക്കില്ല. അത് ഇവിടെ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ ഇത് അസിസ്റ്റൻ്റ് പണിയൊക്കെ മതിയാക്കുന്ന സമയത്തൊന്നും കാരവനൊന്നും വന്നിട്ടില്ല. അന്നും നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഈ സംഭവമൊക്കെ വന്നതൊക്കെ ഒരു പുതിയ ഒരു തലമുറ അവർ എന്ന് വെച്ചാൽ പലതും ഈ നമ്മൾ പിന്നെ ബോംബെയും പിന്നെ ഹോളിവുഡിനെയൊക്കെ നമ്മൾ അനുകരിക്കുന്നുണ്ടാണ്. അതൊരു സ്വഭാവമാണ്. കാര്യം ഇന്ന് നമ്മുടെ സിനിമയുടെ സബ്ജക്റ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിന്നൊരു മലയാള സിനിമയില്ല. അതെ. കാരണം ഇടയ്ക്ക് നമ്മുടെ ഇവിടുത്തെ ഏതൊരു ഡയറക്ടറുടെ പടം ഒരു ഫെസ്റ്റിവലിന്, വലിയൊരു ഫെസ്റ്റിവലിന് പോയപ്പോഴത്തേക്കും ശരിക്ക് ഒരു ബ്രിട്ടീഷ് ഒരു ഫിലിം ഒരു ജേണലിൽ ഒരു ക്രിട്ടിക്ക് പറഞ്ഞതാണ് അവരോട്, ഞങ്ങൾ നിങ്ങളുടെ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ഇതല്ല, മനസ്സിലായില്ല, അതൊരു ഇന്ത്യൻ മൂവിയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെസ്റ്റിവലുകളിലൊക്കെ നോക്കുമ്പോൾ, ഫെസ്റ്റിവൽ മൂവീസൊക്കെ നോക്കുമ്പോഴത്തേക്കും അത് വേറെ, നമ്മുടെ ഈ ഹോളിവുഡ് ഒരു ബിസിനസ്സിൻ്റെ പടങ്ങൾ വേറെ. കാര്യം അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റാണ്. കാര്യം അതിനകത്ത് ജീവിതമല്ല, ജീവിതം പറയണമെന്ന് നമുക്ക് തോന്നും, പക്ഷെ പറയുന്നത് ജീവിതമല്ല, ജീവിതത്തിന് ഉപരിയായിട്ട് മറ്റു പല കാര്യങ്ങളും, മനസ്സിലായില്ല. ആ ഒരു കളത്തിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ജീവിതം പറയുമ്പോൾ സിനിമ ഇങ്ങനെയൊന്നുമല്ല. പക്ഷേ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ മൊത്തം ജീവിതം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ബോക്സ് ഓഫീസിൽ വിജയിച്ച പടങ്ങളും അല്ലാത്ത പടങ്ങളും എല്ലാം ജീവിതം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ MDയുടെ തന്നെ നോവലുകളെല്ലാം സിനിമയായി. SKയുടെ പലവർക്കും സിനിമയായി. SKയുടെ നോവൽ തന്നെയാണ് ഞാൻ ലാസ്റ്റ് ചെയ്തത്. പക്ഷെ അതിനകത്തൊക്കെ ഒരു ജീവിതമാണ് പറയുന്നത് സംഭവം. ഇന്ന് നമുക്ക് എത്ര സിനിമയിൽ ഇന്നത്തെ ജീവിതമാണ്, പക്ഷെ ഇന്നത്തെ ജീവിതം അപ്പോൾ അത് വരുമ്പോഴത്തേക്കും അതിനകത്തുണ്ടാകുന്ന കുറേ വൈകല്യങ്ങളുണ്ട്. അത് നമ്മുടെ സ്വഭാവത്തിനെയൊക്കെ ബാധിക്കും, മനസ്സിലായില്ലേ? ടോട്ടലി ഇതെല്ലാം കൂടെ ഇതിൻ്റെ സിനിമ മനുഷ്യനെ ചീത്തയാക്കി, മനുഷ്യൻ സിനിമയെ ചീത്തയാക്കി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് കാലാകാലങ്ങളിലായിട്ടുള്ളൊരു വളർച്ച എങ്ങനെ പോയാലും അതൊരു വളർച്ചയാണ്. കാരണം ഇക്കാലത്തെ ഉത്തരങ്ങൾ കാലാന്തരം കൊണ്ട് ചോദ്യങ്ങളായിട്ട് വരും, പിന്നെ നമ്മളതിന് ഉത്തരം കണ്ടുപിടിക്കും, പിന്നെ അത് വീണ്ടും ചോദ്യങ്ങളാണ്. ഇതിങ്ങനെ തലമുറകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവിക്കലിൻ്റെ ഇടയിൽ ചിലപ്പം ഉണ്ടാകുന്ന സംഭവിക്കൽ തന്നെയാണ് ഇതൊക്കെ. ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് അത് തെറ്റാണ് ഇത് ശരിയാണെന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ സിനിമ യുവതലമുറയെ സ്വാധീനിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ പഴയ കാലത്തൊക്കെ ഒരു നായകൻ, ഇപ്പോൾ മോഹൻലാൽ ആയിരുന്നാലും മമ്മൂട്ടി ആയിരുന്നാലും അന്നത്തെ ഹിറ്റ് നായകന്മാർ അവരത് ധരിക്കുന്ന വസ്ത്രധാരണം രീതി, അതുപോലെ അവരുടെ ഹെയർ സ്റ്റൈല്, ഇതൊക്കെ അനുകരിക്കുന്നവരുണ്ടായിരുന്നു. അത് നമ്മുടെ യുവതലമുറ അതിനെ അനുകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പക്ഷേ ഇന്ന് വയലൻസ് ആണ് കൂടുതൽ, അതും അനുകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു നിയന്ത്രണം വേണ്ടതല്ലേ? അല്ല, നിയന്ത്രണം കൊണ്ടൊന്നും ഒരു വികാരവും ഇല്ലാതാകുന്നില്ല. വികാരങ്ങളില്ലാതാകുന്നെന്ന് പറയുമ്പോൾ അതൊരു ആന്തരികമായ ഒരു മാറ്റത്തിൻ്റെ ഒരു സംഗതിയാണ്. അതെങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നും എങ്ങനെയെന്ന് പറയാനൊന്നും ഞാൻ പ്രാപ്തനൊന്നുമല്ല. അത് പ്രാപ്തിയുള്ള ആളുകൾ പോലും കൺഫ്യൂഷനില്ല, വലിയ മനഃശാസ്ത്രജ്ഞന്മാർ പോലും കൺഫ്യൂഷനില്ല. ഇതെങ്ങനെയെന്ന് അവർക്കറിയില്ല സംഗതി. കാര്യം എനിക്കറിയുന്ന ചില പേര് കേട്ട കക്ഷികളുമായിട്ട് ഞാനിത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവരും സൈക്കോളജിയിലെ വലിയ കക്ഷികളാണ്. അവർ പറയുന്നതാണ് ഒരു കൺഫ്യൂഷനിലാണ് എങ്ങനെ ഈ വയലൻസ്. ഇത് സംഭവം ഈ എന്താ പറയണത്, ഈ പ്രകൃതിക്ക് ഒരു ബേസിക് ഒരു നിയമമുണ്ട്, ഒരു പെൻഡുലം പോലെ. അതായത് ഈ
ഇടതുവശത്തോട്ട് പോകുന്ന സാധനം പൂർവാധികം ശക്തി പ്രാപിക്കുകയാണ് വലതുവശത്തോട്ട് വരാനായിട്ട് അല്ലേ. ഇപ്പം സ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റ് വെറുപ്പ്, മനസ്സിലായി. ഇത് ഇങ്ങനെ കാലാകാലങ്ങളിൽ മാറി 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 വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഈ സ്വീകരിക്കപ്പെടുന്ന കുറേ സംസ്കാരവും കാര്യങ്ങളും എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഗതികളുണ്ട്. അതിനിപ്പോൾ സിനിമയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ കലകളെല്ലാം മനുഷ്യനെ സ്വാധീനിക്കും, അതൊരു സത്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി സംഗീതമാണ്. നമ്മളിപ്പോൾ വളരെ ഡെസ്പായിരിക്കുന്ന സമയത്ത് ഒരു കറക്റ്റ് ഒരു രാഗം കറക്റ്റ് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ വായിച്ച് കേട്ടാൽ നമ്മുടെ ആകെ മൈൻഡ് പോയെന്ന് പോലും നമ്മളെ ഒരു അത് കറക്റ്റാണ്. പക്ഷേ അന്നത്തെ ഒരു സംഗീതം മാറിയിരിക്കുകയാണ്, സിനിമാ സംഗീതം. കാരണം സാധാരണക്കാരായ ജനങ്ങളെ സ്വാധീനിക്കുന്നത് എപ്പോഴും സിനിമാ ഗാനങ്ങളാണ്. അവർക്കൊരിക്കലും ശാസ്ത്രീയ സംഗീതം ആസ്വദിക്കാനുള്ള ഒരു അറിവോ ജ്ഞാനമോ അല്ലെങ്കിൽ താല്പര്യമോ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇന്നത്തെ സിനിമകളിലെ ഒരു പാട്ട് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. അല്ല, പാട്ട് പറ്റില്ല, നേരത്തെ പാട്ട് പറ്റും. ഇപ്പോൾ നേരത്തെ പഴയ പാട്ടുകളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും വല്ലാത്ത രീതിയിൽ നമുക്ക് മനസ്സിനെ എല്ലാം സ്വാധീനിക്കും. കാര്യം നമ്മൾ ഇപ്പം ഞാനിപ്പോൾ തന്നെ എൻ്റെ കൗമാരവും ബാല്യവും ഒക്കെ ഞാനൊന്ന് നോക്കിയാൽ മതി. സിനിമ തന്നെയാണ് എന്നെ സ്വാധീനിക്കുന്നത്, ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സിനിമ തന്നെയാണ് സിനിമയിലേക്ക് എത്തിച്ചത്. അന്ന് ആരാധനാപാത്രങ്ങളായ നായക നായികമാരൊക്കെ ഉണ്ടായിരുന്നു, സംഗീതജ്ഞരുണ്ടായിരുന്നു, പാട്ടുകാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ പലപ്പോഴും ദൈവത്തിനെ പോലെ കണ്ടിട്ടും ഉണ്ടായിരുന്നു. കാര്യം ഹിന്ദിയിലൊക്കെ തന്നെ അവരെ ഈ ദൈവത്തിനെ പോലെ കണ്ടിരുന്ന ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യേണ്ട അവസരം ഉണ്ടായിരുന്നു. മനസ്സിലായില്ല. ഞാനന്ന് അവരോട് ഞാൻ പറയുകയും ചെയ്തു, മാഡമൊക്കെ ശരിക്ക് ഈ എൻ്റെ വളരെ ചെറിയ പ്രായത്തിലൊക്കെ നിങ്ങൾ ഒരു സ്വപ്നത്തിൽ കാണുന്ന പോലെ കാര്യം നേരിട്ട് കണ്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് എന്ത് ഗ്രേറ്റ് ആണ്. നൂതൻ എന്ന് പറഞ്ഞൊരു നടിയില്ല, നൂതൻ, അവരോട് ഞാൻ വർക്ക് ചെയ്തത്. ശരി. അയ്യോ, അവരൊക്കെ ഭയങ്കര ഗ്രേറ്റ്. പഴയകാലം അതെ അതെ, അവരൊക്കെ വളരെ ഈ ആക്ട്രസ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അവരൊക്കെ കാലത്തൊട്ട് വന്നിരിക്കും. അത്രയ്ക്ക് കഴിവുള്ളവരും അത്രയ്ക്ക് വിനയം മനുഷ്യരുമാണ്. മനസ്സിലായില്ല. ഈ അപാര കാര്യം ഇത് സിനിമയിലൊക്കെ ഒരുപാട് നല്ലതുണ്ട്, പിന്നെ എല്ലാത്തിലും ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ്. അത് വരും നമുക്ക്. പിന്നെ ഈ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ സിനിമ ഇത്രയും സ്വാധീനിക്കണം എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ വാക്കുകൾ കൊണ്ട് ഇപ്പം സാഹിത്യത്തിനെ പറ്റി ഇപ്പം ഓർഹൻ പാമുക്കൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെക്കൻഡ് ലൈഫാണെന്നാണ് നോവലൊക്കെ ആണ്. എല്ലാ ആർട്ടും ഒരു സെക്കൻഡ് ലൈഫാണ്. പക്ഷേ ഓരോന്നിനെ എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ ഓരോ രീതിയുണ്ട്. ഇപ്പം ലിറ്ററേച്ചറൊക്കെ എന്ന് പറഞ്ഞാൽ ഭാഷ കൊണ്ടും വാക്കുകൾ കൊണ്ടും വായിച്ചാലേ പറ്റും. പക്ഷെ സിനിമ അങ്ങനെയല്ല, ഡയറക്റ്റായിട്ട് ഇമോഷണലായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അത് ശരിയായ രീതിയിൽ ഫീൽ ചെയ്യിക്കാൻ വേണ്ടി ശരിയായ ആ ഫീലിങ്ങോട് കൂടി ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് അഭിനയിക്കുന്ന ആളും അത് എക്സ്പ്രസ് ചെയ്യുന്ന ആളും പിന്നെ അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നു എല്ലാം കൂടെ സംഗീതം വരുമ്പോഴത്തേക്കും യഥാർത്ഥ സംഭവം പോലെ തന്നെ മനസ്സിൽ ഫീൽ ചെയ്യും. ഇതിൻ്റെയൊക്കെ ഒരു സ്വാധീനം ആയിരിക്കും. അല്ല, ഈ അന്നത്തെ കാലത്ത് പഴയ കാലത്തൊക്കെ ഇപ്പോൾ സംഗീത സംവിധായകനായിരുന്നാലും ഗാനരചയിതാവായിരുന്നാലും അല്ലെങ്കിൽ ഗായകനായിരുന്നാലും നിർമ്മാതാവും സംവിധായകനും എല്ലാവരും കൂടി ചേർന്ന ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. അവർ ഒരു പടം ഞാൻ വായിച്ച് അറിഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പഴയ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഒരു ചിത്രീകരണം നടക്കുന്ന സമയത്ത് അവർ തമ്മിൽ മിംഗ്ലിംഗ് ഉണ്ടായിരുന്നു, ഒരു ആശയവിനിമയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരു ട്രാക്ക് ഇട്ട് ദാസേട്ടൻ തന്നെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, പണ്ട് നമ്മൾ കണ്ടു പാടുന്നു, ഇന്നെന്ന് പറഞ്ഞാൽ ഒരു ട്രാക്ക് മാത്രം നമ്മുടെ പിന്നാലെ വരും, നമ്മളത് അനുകരിച്ച് പോകുന്നു. അത് വലിയ രീതിയിൽ അതായത് ഡിജിറ്റൽ സംഭവങ്ങൾ, അതായത് ആധുനിക സംഭവങ്ങൾ വരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് ഒരു പരിധി വരെ, ഒരു പരിധി കഴിയുമ്പോൾ അതൊരു ദോഷം ചെയ്യരുത്. അല്ല, ദോഷമാണ്. അതിന് രണ്ടിനും ഗുണമുണ്ട് ദോഷമുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ വേറൊന്നുമല്ല, എൻ്റെ മാണിക്യത്തിന് തന്നെ മ്യൂസിക് ചെയ്തൊരു സിറ്റുവേഷൻ പറയാം. അതൊരു വളരെ ടാലൻ്റ് ഉള്ളൊരു പയ്യനെയാണ്. ഞാൻ ആദ്യം എനിക്കതിനെ മ്യൂസിക് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന ആൾ വേറൊരാളാണ്. പുള്ളി ഇപ്പം ജീവിച്ചിരിപ്പില്ല, വളരെ ടാലൻ്റ് ഉള്ളൊരു കക്ഷിയായിരുന്നു. അന്ന് പുള്ളിക്ക് ശരിക്ക് ഈ ഷേക്സ്പിയർ തിയേറ്ററിന് വേണ്ടി വർഷത്തിൽ ഇത്ര മാസം വർക്ക് ചെയ്യണം. അങ്ങനെ കക്ഷി പോകുന്നൊരു സമയത്താണ് ഇതിൻ്റെ പ്ലാനിങ്. അവസാനം എത്തിപ്പെട്ടൊരു പയ്യനാണ്. പയ്യനെന്ന് പറഞ്ഞാൽ അപാര ടാലൻ്റ് ഉള്ളൊരു കക്ഷി. ഫസ്റ്റ് ലൈൻ്റെ തീം മ്യൂസിക്കൊക്കെ പുള്ളി ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു നിസ്സാര സമയം കൊണ്ട് പുള്ളി സാർ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി കമ്പോസ് ചെയ്ത് കേട്ട് തീരുമ്പോഴത്തേക്ക് കറണ്ട് പോകും. സേവ് ചെയ്തിട്ടില്ല. ഹെഡ്ഫോണൊക്കെ അടിച്ച് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി അടുത്ത് സാർ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അടുത്ത് വീണ്ടും ഒരു കമ്പോസ് ചെയ്യും. അത് വളരെ ഗ്രേറ്റ്. അത് തന്നെയാണ് പടത്തിൽ ഇതായിട്ട് ഉപയോഗിച്ചത്. പക്ഷേ പുള്ളി ഇതിനകത്ത് 2-3 പാട്ട് ചെയ്തു. ഒന്ന് പാടിയത് ഷാബാസ് സമനാണ്, പിന്നെ ഒന്ന് ഈ പടത്തിലല്ല, അതിന് മുമ്പ് ചെയ്തു. പിന്നെ ഒന്ന് പാടിയത് ശ്രീനിവാസാണ്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റിൽ ഈ സോങ് കമ്പോസ് ചെയ്യുന്ന സമയത്ത്
ഈ അറിയപ്പെടുന്ന വേറൊരു അടുത്തൊരു പാട്ടെഴുത്തുകാരനെ കൊണ്ടാണ് അവർ തമ്മിൽ ഒരുമിച്ചാണ് പാട്ട് എഴുതുന്നത്. പക്ഷേ പുള്ളിക്ക് അതിൻ്റെ ലിറിക്സ് ഒന്നും ശരിയാവുന്നില്ല. പുള്ളിയാണെങ്കിൽ നന്നായിട്ട് എഴുതുന്നൊരു പാർട്ടിയാണ്, ആ പഴയ ഒരു സ്കൂളും കൂടെ. അവസാനം ആളെ മാറ്റി പുള്ളിയുടെ ഒരു പരിചയക്കാരനെ കൊണ്ടുവച്ചിട്ട് ഈ പറഞ്ഞ പോലെ ലലല ഉണ്ടാക്കിയിട്ട് മ്യൂസിക് ഉണ്ടാക്കിയിട്ട് അതിനാ മീറ്റർ തയ്ക്കാനായിട്ട് വാക്കുകൾ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ശരിക്കുള്ള ഈ ഒരു സെമി ക്ലാസിക്കിന് എപ്പോഴും മ്യൂസിക് മാത്രം പോരാ, മ്യൂസിക്കും വേണം, അതിൻ്റെ ലിറിക്സും കൂടെ ചേരുമ്പോഴാണ് അതിനൊരു സൗന്ദര്യം ഉണ്ടാവുക. കാര്യം അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഈവൻ ലാസ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി വരെ ചെയ്ത ONV അവരെല്ലാം ചെയ്ത പാട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. പുതിയതിന് നമുക്ക് പുതിയ സംഗീതമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ലിറിക്സ് ഉണ്ടോ സംഗീതം ഉണ്ടോ അല്ല, അതായത് നമ്മളെപ്പോഴും റിലാക്സ് ചെയ്യാനാണ് ഒരു പാട്ട് കേൾക്കുന്നത്, സംഗീതം കേൾക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ റിലാക്സ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു പാട്ട് കേട്ടാൽ പോലും എന്താണ് നമുക്ക് ഉള്ള ഒരു തലയ്ക്ക് ഒരു റിലാക്സേഷനും കൂടെ നഷ്ടപ്പെടുകയാണ്. അത് ആകാശവാണി പോലും ഇത്തരം പാട്ടുകളെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് കാലം അതാണ്, കാലം ആവശ്യപ്പെടുന്നത് അതാണ്. കാരണം അതിനെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതേ ഉണ്ടാവുള്ളൂ. കാര്യം അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഈ സിനിമയ്ക്ക് പോലും എന്തുകൊണ്ട് ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണക്കാരൻ ഈ കാണുന്ന നമ്മളതൊക്കെ തന്നെയാണ്, ക്രിയേറ്റ് ചെയ്യുന്നവരല്ല. കാരണം നമ്മളെപ്പോഴും ഇപ്പം ഞാൻ തന്നെ ഒരു ഡയറക്ടറാണ്. ഇപ്പോൾ എൻ്റെ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ കൊണ്ട് റിലീസ് ചെയ്യും, ഞാൻ ചെയ്ത സിനിമ ഒരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ളൊരു തീമൊക്കെയാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ തിയേറ്ററിൽ കൊണ്ട് റിലീസ് ചെയ്ത ഒരു മനുഷ്യനോടെ കാണാൻ പറ്റില്ല. കാര്യം മനുഷ്യനെ കാണാൻ താല്പര്യം അവർ ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റ്, അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള തീം, അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള സംഗീതം, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പുതിയ കോമ്പിനേഷനാണ്. അപ്പോൾ ആ കോമ്പിനേഷൻ അനുസരിച്ച് ഉള്ള പ്രോഡക്റ്റ് കൊടുക്കേണ്ടി വരും. കാര്യം ഇന്ന് സിനിമ എന്ന് പറയുമ്പോൾ ഒരു ബിഗ് മണി ഗെയിമാണ്. അപ്പോൾ ആ ബിഗ് മണി ഗെയിമിനകത്ത് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാര്യം മുടക്കുന്ന കാശ് തിരിച്ചു കൊടുക്കണം. കാര്യം അത് കൊടുത്തില്ലെങ്കിലുള്ള വേദനകൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, ഒരുപാട് മനസ്സിലായി. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, മനുഷ്യൻ്റെ ഏറ്റവും പറഞ്ഞ അധമമായ വികാരങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ കണ്ടെത്തേണ്ടി വരും. മനസ്സിലായില്ല? അവിടെ ഫീൽ ഗുഡ് സിനിമകളെക്കാട്ടും എപ്പോഴും ക്യൂരിയോസിറ്റി, ആങ്സൈറ്റി, അതുപോലെ തന്നെ ഭയങ്കരമായ പിരിമുറുക്കം, ഇതൊക്കെ വയലൻസ്. അപ്പം വയലൻസിലൂടെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകും. കാര്യം ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിരുന്നതാണ് ഹിച്ച്കോക്ക്. ഓൾമോസ്റ്റ് എല്ലാ പടവും പുള്ളിയുടെ ഹിറ്റാണ്. എല്ലാം ഒരേ പാറ്റേണിൽ വരുന്ന സിനിമകളാണ്. മനസ്സിലായി? അന്ന് ലോകത്തുള്ള വലിയ ഡയറക്ടേഴ്സ് പലരും പുള്ളിയാണ് മനസ്സുകൊണ്ട് ഗുരുവായിട്ട് പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. നമ്മുടെ അപ്പം അങ്ങനെ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൊരു ധാരണയുടെ പുറത്തുള്ളൊരു കച്ചവടം. എന്നിട്ട് നമ്മൾ തന്നെ ഇപ്പോൾ ഇരുന്ന് കണ്ടിട്ട് നമ്മൾ തന്നെ പറയുന്നത് ഗംഭീരമാണ്. അവിടെ എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട എൻ്റെ ദുഃഖമോ അല്ലെങ്കിൽ എൻ്റെ സന്തോഷമോ അല്ലെങ്കിൽ അത് ആസ്വദിക്കേണ്ടത് അല്ലെങ്കിൽ കാണേണ്ട ഒരു ബാധ്യതയോ നിങ്ങൾക്കോ ഒന്നും ഇല്ല. അങ്ങനെയുള്ളതൊന്നുമില്ല. കാര്യം കുടുംബത്തിനകത്ത് പോലും നമുക്ക് വ്യക്തി തികച്ചും വ്യക്തിയായിട്ട് മാത്രമാണ് നിൽക്കുന്നത്, അല്ലേ? അതെ അതെ. അല്ലാതെ ഒരു സാമൂഹികമായ ഇതില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ലോകത്ത് പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രൊഡക്ഷൻ ബോയ് മുതൽ പ്രൊഡ്യൂസർ വരെയുള്ള എല്ലാവരുടെയും ഒത്തൊരുമയായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. എങ്കിൽ പോലും സംവിധായകൻ്റെ ഒരു കലയാണ് സിനിമ. അത് മറ്റുള്ളവരെ ഒഴിച്ചു നിർത്തുകയല്ല, എങ്കിൽ പോലും അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷേ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി അത് ഇന്ന നായകൻ്റെ സിനിമ, ഇന്ന നായകൻ്റെ സിനിമ. പക്ഷെ ആ നായകനെ ഒന്നോ രണ്ടോ സിനിമകളിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അതൊരു ദോഷമായിട്ട് ഭാവിക്കുന്നത്. എല്ലാം ദോഷമാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില ആളുകൾ ചില സിനിമയും കൊണ്ട് പോകുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോഴത്തേക്ക് പല ക്ലാസിഫിക്കേഷനുണ്ടാകും. കാര്യം വെച്ചാൽ ഇവരുടെ മനസ്സിലുള്ള കുറേ മുൻധാരണകളുണ്ട്. ആ മുൻധാരണയ്ക്കനുസരിച്ചായിരിക്കില്ല ഈ സിനിമയും സിനിമാക്കാരും. അതുകൊണ്ട് അതിനെ മാറ്റി വയ്ക്കാനായിട്ട് കണ്ടെത്തുന്ന കുറേ ഉപാധികളാണ്. അല്ലാതെ പല പടങ്ങളും ആർട്ടിസ്റ്റൊന്നും ഇല്ലാത്ത പടങ്ങളും വരുന്നുമുണ്ട്, ചിലതൊക്കെ ഓടുന്നുമുണ്ട്, ചിലത് ഓടാതിരിക്കുന്നുണ്ടൊക്കെ സംഭവിക്കുന്നു. ഇതൊക്കെ എന്ത് കാരണം കൊണ്ടെന്ന് എനിക്ക് അറിയാം, പക്ഷേ എന്നാലും ഞാനത് പറയാൻ തയ്യാറല്ല. പിന്നെ വേറൊരു സംഭവം, ഈ മിനിമം ഗ്യാരണ്ടിയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. അവരത് ഇന്നും ഇന്നലെ ഉണ്ടാക്കിയെടുത്തതല്ല. അവർ വർഷങ്ങൾ കഠിന അധ്വാനം ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അവരതുപോലെ അവരുടെ പ്രൊഫഷണലി ഭയങ്കര ഡെഡിക്കേഷനാണ്. ഇന്ന് പലർക്കും അതൊന്നും ഇല്ല. മനസ്സിലായില്ല? ഇപ്പോൾ നിലനിൽക്കുന്ന വലിയ ആർട്ടിസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വളരെയധികം, കാര്യം അവരുടെ കൂടെയൊക്കെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ പരിശ്രമിച്ചുണ്ടാക്കിയെടുത്തത് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അല്ല, ഇന്ന് എത്ര കഴിവില്ലാത്തൊരു വ്യക്തിയെയും
പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു വലിയ ദോഷം തന്നെയാണ്. ഗുണവും ദോഷവുമാണ് സംഭവം. ഗുണവും ദോഷവുമാണ്. അതെന്ന് വെച്ചാൽ പഴയ ഒരു സിസ്റ്റം ഒക്കെ മാറിപ്പോയി. ഇപ്പോൾ തന്നെ പഴയ ഇപ്പോൾ ഒരു പടം തന്നെ എനിക്ക് പോലും ഇപ്പോൾ ഞാൻ ചെയ്ത പടം ഒന്ന് കാണണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടിപ്പോൾ ഒന്നുമില്ല, നിവർത്തിയില്ലെങ്കിൽ പെട്ടിയും കൊണ്ടുപോയി ചിത്രാഞ്ജലി കൊണ്ടിട്ടാലും ശരി തന്നെ ഒരു പ്രൊജക്ഷനുള്ള പൈസ അടച്ചു കഴിഞ്ഞാൽ എനിക്കിരുന്ന് കാണാൻ പറ്റും. ഇന്നിപ്പോൾ അതൊന്നും പറ്റില്ല. ഇന്നിപ്പോൾ അതൊക്കെ ലോഡ് ചെയ്തൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വലിയ ജോലിയാണ്. അത് ഉദ്ദേശിക്കുന്ന ശരിക്ക് എടുത്തു വെച്ചേക്കുന്ന ക്വാളിറ്റി കാണണമെന്നുണ്ടെങ്കിൽ നല്ല ചടങ്ങാണ്. പക്ഷേ ഈ 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വന്ന മാണിക്യം എന്തുകൊണ്ട് അതുപോലൊരു സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല? ശ്രദ്ധിക്കപ്പെടാത്തതിന് ഒരുപാട് കാരണമുണ്ട്. അന്നത്തെ റിലീസിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാദ്യം എൻ്റെ ഒരു പഴയ ഫ്രണ്ട് തന്നെയാണ്, അറിയപ്പെടുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ മാനേജറായിരുന്നൊരു കക്ഷിയുണ്ട്. പുള്ളി തന്നെയാണ് ഡേറ്റ് എടുക്കാൻ നോക്കി. പുള്ളി കേരളം മൊത്തം പലയിടത്തും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയൊക്കെ സംസാരിച്ചു. ഓക്കെ നമുക്കൊരു സേഫായിട്ടുള്ള, പക്ഷേ സേഫായിട്ടുള്ളൊരു സമയം ഒരിക്കലും KSFDCയുടെ തിയേറ്ററിൻ്റെ സൈഡിൽ നിന്ന് കിട്ടില്ല. അന്നിവിടെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ ഒരു പ്രബലനാണ് ഇവിടുത്തെ വൈസ് ചെയർമാൻ. പുള്ളി ഒരു കാരണവശാലും പുള്ളി ഡേറ്റും തരുവില്ല, പ്രത്യേകിച്ച് എൻ്റെ സിനിമയ്ക്ക് ഒരു തരുവില്ല. എന്നിട്ട് അന്നത്തെ പല രാഷ്ട്രീയക്കാരും അവസാനം ചിത്രാഞ്ജലിയിലെ എല്ലാ യൂണിയനും കൂടെ ഒക്കെ ഇടപെട്ടിട്ടാണ്, എൻ്റെ പടമായതുകൊണ്ട് ഇടപെട്ടിട്ടാണ് എനിക്കൊന്ന് അയാൾ ഡേറ്റ് തന്നു. അത് ഡേറ്റ് തന്നത് എൻ്റെ പടമുണ്ട്, സലീംകുമാറിൻ്റെ പടമുണ്ട്, മേൽരാജേന്ദ്രൻ്റെ പടമുണ്ട്. 7 പടം ഒരു പരീക്ഷാ സീസണിൽ എനിക്ക് ഒരു ഷോ 2 തിയേറ്ററിൽ, ഒന്ന് തിരുവനന്തപുരത്ത് കൈരളിയിലും പിന്നെ ഒന്ന് തൃശ്ശൂർ ശ്രീയിലും. അക്കൂട്ടത്തിൽ സലീംകുമാറിൻ്റെ പടത്തിന് പോലും ആളില്ലായിരുന്നു. ഈ ഒരു തേങ്ങലുണ്ടല്ലോ, അത് അപ്പോഴും അതങ്ങ് പോയി. ഈ ആരും മുഖത്തൊന്നും നോക്കണമെന്ന് പോലും ഇല്ല, പ്രത്യേകിച്ച് കരഞ്ഞു പോകുന്നു, നിയന്ത്രണം വിടുമ്പോൾ. അവസാനം തിയേറ്ററിൽ കയറിയപ്പോഴാണ് ഈ കുറച്ചങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം തേങ്ങൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. കമലഹാസനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്ന മൊത്തം സിനിമയിലാണ്. അതെ, അയാൾ വേറെ മറ്റൊരു ബിസിനസ്സും പുള്ളിക്കുള്ളതായിട്ട് കേട്ടിട്ടില്ല. രാവിലത്തെ ഫ്ലൈറ്റിൽ പോവും, വൈകുന്നേരം തിരിച്ചു വരും, സ്റ്റുഡിയോയിലുണ്ടാവും, വീണ്ടും വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം കാലത്തും ഇത് തന്നെയാണ് കാര്യം. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് അന്ന് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഏറ്റവും വലിയ അവാർഡൊക്കെ പുള്ളിക്കാണ്. ഇത്രയും യാത്ര ചെയ്തത്. ഇപ്പോൾ നമ്മളൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ വളരെ കാലം കാത്തു നിന്നൊക്കെ ആയിരിക്കും ഇതിനെ കാണുന്നത്. പിന്നെ ഒന്ന് സംസാരിക്കാനാണ്, മനസ്സിലായില്ല. പിന്നെ അതായിരിക്കും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു കത്ത് കൈമാറുകയൊക്കെ ചെയ്യും. ഇതിനൊക്കെ ഒരുപാട് ഡ്യൂറേഷൻ എടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വളരുന്നൊരു പ്രണയമുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രണയം.